കച്ചവടത്തിൻ്റെ പാരമ്പര്യവും അധ്വാനശീലരായ ജനതയും കൈകോർക്കുന്ന തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗം ഒല്ലൂർ. ഒരു കാലത്ത് വ്യാവസായിക കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇന്ന് ആധുനിക കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ്. വെറുമൊരു നിയമസഭാ മണ്ഡലം എന്നതിലുപരി റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ്റെ നേതൃത്വത്തിൽ സമഗ്രവും മാതൃകാപരവുമായ മാറ്റങ്ങൾക്കാണ് ഒല്ലൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വികസന മുന്നേറ്റത്തിൽ തൃശ്ശൂരിലെ മറ്റ് മണ്ഡലങ്ങളെയെല്ലാം മറികടന്നാണ് ഒല്ലൂർ ഒന്നാമതാകുന്നത്. 560 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികളാണ് മണ്ഡലത്തിന് പുതിയ മുഖം നൽകിയത്. കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വലിയൊരളവിൽ കേരളത്തിൻ്റെ ഭൗതിക വികസന മേഖലയിൽ നടത്തിയിട്ടുള്ള ഭൗതിക മാറ്റങ്ങളിൽ വരുത്തിയിട്ടുള്ള വലിയ പങ്കാളിത്തം വളരെയേറെ ശ്രദ്ധേയമാണ്. 2.5 പതിറ്റാണ്ട് കാലമായി കിഫ്ബിക്ക് പഴക്കമുണ്ടെങ്കിലും 10 വർഷക്കാലം മുമ്പ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ഒരു പുതിയ മുഖത്തോടെ അവതരിപ്പിക്കുകയായിരുന്നു. 60,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതി 10 വർഷക്കാലം പിന്നിടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബിഗ് സ്പേസായി 1,10,000 കോടി രൂപയുടെ പദ്ധതികളിലേക്ക് കടന്നു എന്നുള്ളത് തന്നെ ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണെന്ന് പറയാതിരിക്കാനാകില്ല. ആ കിഫ്ബിയുടെ ഗുണഫലങ്ങൾ ഏറ്റവും നന്നായി അനുഭവിച്ചൊരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിയാണ് ഞാൻ. ഒല്ലൂർ നിയോജക മണ്ഡലം ഗ്രാമം കാണാൻ നഗരമെത്തുന്നുവെന്ന നൂതന കാഴ്ചപ്പാടോടെ വിഭാവനം ചെയ്ത പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, സംസ്ഥാനത്തിനാകെ മാതൃകയാകുന്ന സുവോളജിക്കൽ പാർക്കിനായി 309 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 279 കോടി രൂപ ഉപയോഗിച്ച് ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതായും ഏഷ്യയിലെ തന്നെ അതിബൃഹത്തായ പദ്ധതിയാണിതെന്നും മണ്ഡലം MLA കൂടിയായ മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടൂറിസം സാധ്യത ഉണ്ടാക്കുന്ന സുവോളജിക്കൽ പാർക്ക് 360 ഏക്കറിൽ 371 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സുവോളജിക്കൽ പാർക്കിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അവിടെ എത്തിയ CZIയുടെ ഉദ്യോഗസ്ഥന്മാർ, സെൻട്രൽ സൂ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് ചോദിച്ച ചോദ്യം, ഇത്ര വലിയൊരു പദ്ധതി കൊണ്ടുവരാൻ എങ്ങനെയാണ് കേരളത്തിലെ പ്ലാനിൽ നമുക്ക് പണം മാറ്റിവെക്കാൻ പറ്റുക? ഞങ്ങൾ പറഞ്ഞു 371 കോടിയിൽ 50 കോടി രൂപ മാത്രമേ പ്ലാൻ ഫണ്ട് ഉള്ളൂ, ബാക്കി 321 കോടിയും കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനയാണ്. 30 വർഷക്കാലമായി ആശയം അവിടെയുണ്ട്, ഈ സ്ഥലവും അവിടെയുണ്ട്. പക്ഷെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടും അടിസ്ഥാനപരമായിട്ടുള്ള പണം കണ്ടെത്തുക എന്നത് സാധ്യമായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് കിഫ്ബി എന്ന പദ്ധതി താങ്ങും തണലുമായി ഈ പദ്ധതിയെ സുവോളജിക്കൽ പാർക്കിനെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സുവോളജിക്കൽ പാർക്ക് ഒരു മൃഗശാലയല്ല, യഥാർത്ഥത്തിൽ പ്രകൃതിയും മൃഗങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം എങ്ങനെ ജീവിക്കുന്നു എന്ന് ലോകത്തിനെ പഠിപ്പിക്കാനുള്ളൊരു പ്രകൃതിയുടെ പാഠശാലയാണ്. അത് വരുന്നതോടുകൂടി ഒരു മൃഗശാല പുത്തൂരിലുണ്ടാകുന്നു എന്നല്ല, നഗരം ഗ്രാമത്തെ അന്വേഷിച്ച് വരുന്ന അത്ഭുതകരമായ കാഴ്ചയ്ക്ക് 30 ലക്ഷത്തോളം സഞ്ചാരികൾ ഒരു വർഷം വന്നു ചേരുന്ന ആ ഇടമാകെ വലിയ മാറ്റത്തിന് വഴിവെച്ചു. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നു. പുതിയ കച്ചവടങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ കൃഷിക്കാരുടെ വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറുന്നു. പുതിയ ബിസിനസ്സുകൾ അതിന് ചുറ്റും ആരംഭിക്കുന്നു. ഇങ്ങനെ ഒരു പ്രദേശത്തെ ആകെ മാറ്റത്തിൻ്റെ വലിയ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു പദ്ധതിയായിരുന്നു
സുവോളജിക്കൽ പാർക്കിലൂടെ സാധ്യമായത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 10 ആഗ്രോ പാർക്കുകളിൽ കണ്ണാറയിലെ ഹണി ബനാന പാർക്ക് പൂർത്തിയാക്കിയപ്പോൾ ആഗ്രോ പാർക്കുകളിൽ പൂർത്തിയാക്കിയ ആദ്യത്തെ പാർക്കെന്ന ഖ്യാതിയും ഇതിന് കൈവന്നു. തേനും വാഴപ്പഴവും സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച പാർക്കിന് 24 കോടി രൂപയാണ് നിർമ്മാണ ചെലവായത്. റോഡ് വികസനം ഒരു നാടിന്റെ മുഖം മിനുക്കുമെന്ന ചരിത്ര സത്യം ഒല്ലൂരിൽ യാഥാർത്ഥ്യമായപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകളുടെ നിർമ്മാണത്തിന് മാത്രം ചിലവായത് 290 കോടി രൂപയാണ്. പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ജാഗ്രത പുലർത്തിയപ്പോൾ 65 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പീച്ചി വാഴാനി ഇടനാഴി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും ഇന്ന് BMBC റോഡുകളായി മാറാനുള്ള കരുത്തായി. അതിലും നല്ലൊരു ശതമാനം ഇടപെടൽ നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും കിഫ്ബി ചെലവഴിച്ച സംഖ്യയിലൂടെയാണ്. പീച്ചി വാഴാനി ടൂറിസ്റ്റ് കോറിഡോർ യഥാർത്ഥത്തിൽ 100 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ടാണ് കിഫ്ബി വലിയ ശ്രദ്ധേയമായ നിലവാരത്തിൽ, ലോകോത്തര നിലവാരത്തിൽ എപ്പോഴും പ്രകാശപൂരിതമാക്കുന്ന റോഡ് എന്ന സങ്കല്പം ടൂറിസ്റ്റുകളായ ആളുകൾ തന്നെ വരുന്ന വിധത്തിൽ മാറ്റിയെടുത്ത പീച്ചി വാഴാനി കോറിഡോർ യഥാർത്ഥത്തിൽ കിഫ്ബി നൽകിയിട്ടുള്ള സംഭാവനയാണ്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ആ നഗര സദൃശ്യമാകാൻ പോകുന്ന ആ ഗ്രാമത്തിൻ്റെ മുഖത്തിന് തന്നെ മാറ്റം ഉണ്ടാകണം. കേവലം 5.5 മീറ്റർ ഉണ്ടായിരുന്ന റോഡ് 15 മീറ്ററായി 48 കോടിയോളം രൂപ കൊടുത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ ഒരു സമാന്തര പാലവും അതിനോടനുബന്ധിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു മോഡൽ റോഡും കിഫ്ബിയുടെ സഹായത്തോടു കൂടി നാം നിർമ്മിച്ചെടുത്തതാണ്. പാലങ്ങൾ നാടിന്റെ വികസനത്തിലേക്കുള്ള പാതകൾ തുറക്കുമെന്ന കാഴ്ചപ്പാടിലൂന്നി ഒല്ലൂരിൽ നിരവധി പാലങ്ങളും ഉയർന്നു. 36 കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന നെടുപുഴ റെയിൽവേ മേൽപ്പാലം, നടത്തറ പഞ്ചായത്തിലെ 10.5 കോടി രൂപ ഉപയോഗിച്ച് നടപ്പാക്കുന്ന ശ്രീധരി പാലം എന്നിവ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. 2 പ്രധാനപ്പെട്ട ദേശീയപാതകളെ ബന്ധപ്പെടുത്തുന്ന വിധത്തിലാണ് നെടുപുഴയിലെ ഓവർബ്രിഡ്ജ് എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായി 2-3 ട്രെയിനുകൾ എപ്പോഴും സ്ഥിരമായി വരുന്നതിന് മുമ്പിൽ അടച്ചിടപ്പെടേണ്ട ഒരു ലെവൽ ക്രോസ് ഇന്ന് ഒരു പാതയിൽ നിന്ന് മറ്റൊരു പാതയിലേക്ക് ആളെ എത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ നെടുപുഴയിലെ ഒരു പുതിയ ഓവർബ്രിഡ്ജിൻ്റെ നിർമ്മാണമായി ആരംഭിച്ചു. 13.5 കോടി രൂപയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് 35 കോടി രൂപ ചെലവിൽ അവിടെ ഇത്തരമൊരു വിപുലമായിട്ടുള്ള ഓവർബ്രിഡ്ജ് നിർമ്മിക്കാൻ അവസരമുണ്ടാക്കിയത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെയാണ്. ഒരുപക്ഷെ പാണഞ്ചേരി നടത്തറ പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ശ്രീധരി പാലം എന്ന പാലം. 10.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേവലം 3 അടി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 12-15 അടി വീതിയിലൊരു പാലവും അതിന് ഒപ്പം 2 ഗ്രാമങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള BMBC റോഡും യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായി ലഭ്യമായതാണ്.
വിദ്യാഭ്യാസ രംഗത്തിന്റെ ഉന്നതി ഒരു നാടിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് കരുത്ത് പകരുമെന്ന ചിന്തയോടെ വിവിധ സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിനായി 49 കോടി രൂപയാണ് വിനിയോഗിച്ചത്. മണ്ണൂത്തി എടക്കുന്നി റോഡ് പുനർനിർമ്മാണത്തിന് 35 കോടി രൂപയും കണ്ണാറ മൂർക്കനിക്കര റോഡിനായി 35 കോടി രൂപയും അനുവദിച്ചുകൊണ്ട് ഗതാഗത രംഗത്തും മാതൃകയുടെ മുദ്ര ചാർത്താൻ കഴിഞ്ഞതും നേട്ടമായി മാറി. വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി ചെലവഴിക്കുന്ന ഒരു സംഖ്യയും കേവലം ഒരു എക്സ്പെൻഡിച്ചർ അല്ല എന്നും ഭാവി തലമുറയെ നിർണ്ണയിക്കുന്ന നവകേരളത്തെ നിശ്ചയിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നും മൂലധന നിക്ഷേപമാണെന്നുമാണ് കിഫ്ബി കാണുന്നത്. അതനുസരിച്ച് മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ചെറുതും വലുതുമായിട്ടുള്ള എമൗണ്ടുകൾ വന്ന് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ആ വിധത്തിലും സാധ്യമാകുന്ന അത്ഭുതം നമ്മൾ കണ്ടു. കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയന്റെ പേരാണ് നൽകിയത്. ആത്യന്തികമായി ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഒല്ലൂരിലാകെ ദൃശ്യമാകുന്നത്. 1 കോടി മുതൽ 19.5 കോടി രൂപ വരെ ചെലവഴിച്ച് സ്റ്റേഡിയങ്ങളോടും വിവിധ കെട്ടിടങ്ങളോടും ബിൽഡിങ്ങുകളോടും കൂടിയിട്ടുള്ള നിരവധി സ്കൂളുകൾ ആ മണ്ഡലത്തിൽ വരികയുണ്ടായി. അതിൽ നല്ലൊരു ശതമാനം കിഫ്ബിയുടെ അകമഴിഞ്ഞിട്ടുള്ള സംഭാവനയാണ്. മൂന്നാമതൊരു സ്പോർട്സ് സോൺ കുന്നംകുളത്ത് വന്നപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള സ്റ്റേഡിയം കിഫ്ബിയുടെ സംഭാവനയാണ്. കിഫ്ബി കേവലം ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രമല്ല 20 കൊല്ലത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന കേരളം എങ്ങനെ ഇപ്പോഴുണ്ടാക്കുന്നു എന്ന് നമ്മളെ നേരിൽ കാണിക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ അടിസ്ഥാനപരമായിട്ടുള്ള മേഖലകളിൽ നിന്ന് ആരംഭിച്ച് ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്ന് ആളുകളുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിൽ കിഫ്ബി വഹിച്ച സമാനതകളില്ലാത്ത പങ്ക് എല്ലാ കാലത്തും എടുത്തു പറയുന്നതാണ്. തീർച്ചയായിട്ടും ഭരണപക്ഷ MLA മാർ മാത്രമല്ല, പ്രതിപക്ഷ MLA മാരുടെ മണ്ഡലങ്ങളിലും അവരവകാശപ്പെടുന്ന എല്ലാ വികസനത്തിൻ്റെയും പ്രധാന ഹേതു കിഫ്ബി ആയിരുന്നു. കിഫ്ബി വിജയിപ്പിക്കപ്പെട്ട ഒരു ശ്രദ്ധേയമായ പരീക്ഷണമാണ്. കേരളത്തിനാകെ മാതൃക കാട്ടിക്കൊണ്ട് ഒല്ലൂരിന്റെ ഓരോ പ്രദേശങ്ങളിലും വികസനത്തിന്റെ പ്രകാശം പരക്കുകയാണ്. ജനകീയ സ്വപ്നങ്ങൾ സഫലമാക്കിക്കൊണ്ട് ചരിത്രത്തോട് നീതി പുലർത്തിയും ഭാവിയെ സ്വപ്നം കണ്ടും ഒല്ലൂർ വികസനത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് ചിറക് വിടർത്തുകയാണ്. നാളെയുടെ കേരളത്തിന് ഒല്ലൂർ നൽകുന്ന വാഗ്ദാനവും ഇതുതന്നെ: കരുതലോടെ വികസനത്തിനൊപ്പം. മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന മണ്ഡലമാണ് വണ്ടൂർ. പെരിന്തൽമണ്ണ ഗൂഡല്ലൂർ സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയവും വാണിജ്യപരമായി പ്രാധാന്യവുമുള്ള വണ്ടൂരിലും വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. വണ്ടൂരിന്റെ വികസന കാഴ്ചയിൽ നിർമ്മിതി കേന്ദ്രം മുഖേനയുള്ള വിവിധ കോളനി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പ്രധാന വികസന പദ്ധതികളിൽ ഒന്ന്. ഇതുകൂടാതെ മണ്ഡലത്തിലെ ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള വികസന പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിന്നാക്ക മണ്ഡലം എന്നുള്ള രീതിയിൽ മുന്തിയ പരിഗണനയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന മണ്ഡലമാണ് വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലം.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രധാന സ്കൂളുകൾക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ AP അനിൽകുമാർ MLA നടത്തിയ ഇടപെടൽ ഈ രംഗത്തിന് ഉണർവേകി. വണ്ടൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഹൈടെക് ലാബുകൾ, പുതിയ കെട്ടിട സമുച്ചയങ്ങൾ എന്നിവയ്ക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുവ്വൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുൽപ്പറ്റ എന്നിവിടങ്ങളിൽ 3 കോടി രൂപ വീതവും അനുവദിച്ചു. ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് വണ്ടൂരിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചത്. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെയും സ്കൂളുകളുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി കിഫ്ബി ഫണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. തിരുവാലിയിലും അതേപോലെ തന്നെ മമ്പാട്, വണ്ടൂർ, ചോക്കാട്, പോരൂർ, തുവ്വൂർ, കരുവാരക്കുണ്ട്, കാളികാവ് പഞ്ചായത്തുകളിലായി എല്ലാ സർക്കാർ ഹൈസ്കൂളുകൾക്കും ആവശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തുകയുണ്ടായി. ഏതാണ്ട് 90% കെട്ടിടങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് അതിലേക്ക് സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാന റോഡുകൾ BM&BC നിലവാരത്തിലേക്ക് ഉയർത്താനായി വലിയ തുക അനുവദിച്ചിട്ടുണ്ട്. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ കാളികാവ് വണ്ടൂർ റോഡ് നവീകരണം, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായുള്ള റോഡ് വികസന പദ്ധതികൾ എന്നിവ മണ്ഡലത്തിന് ഗുണകരമായി. വണ്ടൂർ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന ഹിൽ ഹൈവേ റീച്ചുകൾക്കായി ഏകദേശം 30 മുതൽ 40 കോടി രൂപ വരെ വിവിധ ഘട്ടങ്ങളിലായി വകയിരുത്തിയിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രമല്ല, ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകൾക്ക്, ഒന്ന് വാണിയമ്പലം അതേപോലെ തന്നെ പൂളമണ്ണ റോഡ്, വർഷങ്ങളായിട്ട് വലിയ തോതിൽ ഗതാഗത പ്രശ്നം അനുഭവിക്കുന്ന റോഡായിരുന്നു. ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം കമ്മിറ്റി, പോരൂർ, വാണിയമ്പലം ലോക്കൽ കമ്മിറ്റികളും ഈ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ ഭാഗമായി 12 കോടിയിൽ പരം രൂപ വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു റോഡ് മമ്പാട് പഞ്ചായത്തിലെ ഏറനാട് മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന മുണ്ടേങ്ങര, പുള്ളിപ്പാടം, വീട്ടിക്കുന്ന് ആദിവാസി ഉന്നതി ഉൾപ്പെടെയുള്ള റോഡിന് 19.5 കോടി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമേഖലയിലും മണ്ഡലം നിർണായക ഇടപെടലുകൾ നടത്തി. വണ്ടൂർ താലൂക്ക് ആശുപത്രിയെ അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിന്
ധനസഹായം നൽകുന്നു. പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനും ഡയാലിസിസ് അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സജ്ജമാക്കുന്നതിനുമായി തുക അനുവദിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ കായിക പ്രേമികൾക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചിരുന്നു. ഫുട്ബോൾ ടർഫ്, ഗ്യാലറി തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. കുടിവെള്ള പദ്ധതിക്കായി വണ്ടൂരിൽ 22.20 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയതും മണ്ഡലത്തിന്റെ കുതിപ്പിന് കാരണമായി. തിരുവാലി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഈ വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതുൾപ്പെടെയുള്ള ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി 69 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിലൂടെ ഈ ഗവൺമെന്റ് നീക്കിവെച്ച് ആ കുടിവെള്ള പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായി തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പൈപ്പ് ലൈനിലൂടെ ശുദ്ധജലം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുണ്ട്. വികസന പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് വണ്ടൂരിന്റെ നേട്ടം. മാറുന്ന കേരളത്തിനൊപ്പം വണ്ടൂരും ചരിത്രത്താളുകളിൽ വികസന വിപ്ലവം എഴുതി ചേർക്കുകയാണ്. വികസന പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതാണ് വണ്ടൂരിൻ്റെ നേട്ടം. മാറുന്ന കേരളത്തിനൊപ്പം വണ്ടൂരും ചരിത്രത്താളുകളിൽ വികസന വിപ്ലവം എഴുതി ചേർക്കുകയാണ്.